നന്നായിട്ട് പഠിച്ചില്ലേ മോളെ? കോളേജിൽ ചേർന്നതിന് ശേഷമുള്ള ആദ്യത്തെ ടേം എക്സാമാ. നന്നായിട്ട് എഴുതണം. നീ നമ്മുടെ അച്ഛന്റെ സ്വപ്നം പൂർത്തീകരിക്കുന്നതെന്ന് ഒരിക്കലും മറക്കരുത്. ഇവളെന്തിനാ ചേച്ചിയുടെ കൂടെ വന്നത്? ഇനി അവള് വീഡിയോയുടെ കാര്യം എങ്ങാനും മഞ്ജുവിനോട് പറഞ്ഞു കാണൂ. അങ്ങനെയാണെങ്കിൽ അവര് നമ്മളെല്ലാം അറസ്റ്റ് ചെയ്യാനായിരിക്കും വന്നത്. എടാ, മഹിമയെ അവളുടെ ചേച്ചി എക്സാം എഴുതാൻ വേണ്ടി കോളേജിൽ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്തു, അത്രേ ഉള്ളൂ. അല്ലാതെ നടന്നെല്ലാം വീട്ടിൽ പറയാനുള്ള ധൈര്യമൊന്നും അവൾക്കില്ല. എടാ, മഹിമ സാധാരണ പെൺകുട്ടികളെ പോലെ അല്ല, അവൾക്ക് നല്ല ധൈര്യമുണ്ട്. എടാ, ഇങ്ങനൊരു വീഡിയോ പുറത്തുവിടുമെന്ന് പറഞ്ഞാ എത്ര ധൈര്യമുള്ള പെൺകുട്ടിയായാലും ധൈര്യമൊക്കെ ചോർന്നു പോകും. കാരണം അത് ബാധിക്കാൻ പോകുന്നത് അവളെ മാത്രമല്ല, അവളുടെ കുടുംബത്തെ മൊത്തത്തിലാ. ഇപ്പൊ നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോ, മഞ്ജു വന്നതുപോലെ തിരിച്ചു പോകും. എന്നാ ഞാൻ പോട്ടെ. ശരി. കണ്ടോ, നിങ്ങൾ പേടിച്ച പോലെ ഒന്നുമില്ല. ഇപ്പോഴാ സമാധാനമായത്. ഇനി പറ, ഇന്ന് നിന്റെ പ്ലാൻ എന്താ? മഹിമയ്ക്ക് എന്ത് പണിയെടുക്കാനാ നീ പോകുന്നത്? അവൾക്ക് അവളുടെ പഠിപ്പിനെ കുറിച്ച് വലിയ അഹങ്കാരമില്ലേ? പിന്നെ ഇല്ലേ, നമ്മളെപ്പോലുള്ളവരെ കാണുമ്പോ അവൾക്ക് ഒരു തരം പുച്ഛാ. അവള് മെറിറ്റിലും നമ്മളെ മാനേജ്മെന്റ് കോട്ടയിലല്ലേ കയറിയത്, അതിന്റെ പുച്ഛമാ. അവളുടെ ആ അഹങ്കാരം ഇന്ന് തീർത്തു കൊടുക്കാം. എങ്ങനെ? കാണിച്ചു തരാം. ഹലോ. എന്താ മോളെ, എന്തേലും തിരക്കിലാണോ? പറ, നീ കോളേജിലാണോ? അതെ. ഇന്ന് പരീക്ഷയാണല്ലേ? അതെ. അതിന്റെ ഒരു ടെൻഷൻ നിന്റെ ശബ്ദത്തിൽ കേൾക്കാനുണ്ട്. ഇങ്ങനെ എപ്പോഴും പഠിച്ചുകൊണ്ടിരുന്ന എങ്ങനെ ശരിയാവുക? ഇന്നിനിപ്പോ പരീക്ഷ എഴുതാൻ നിൽക്കണ്ട, ഒരു സിനിമയ്ക്കൊക്കെ പോയി മനസ്സൊന്ന് റിലാക്സ്. ഏയ്, അതൊന്നും വേണ്ട. വേണം. ഇതൊരു അപേക്ഷയല്ല. നീ ഇന്ന് പരീക്ഷ എഴുതുന്നില്ല. കൃഷ്ണ തിയേറ്ററില് നല്ല അടിപൊളി ഒരു കോമഡി പടം കളിക്കുന്നുണ്ട്, അത് പോയി കണ്ടിട്ട് വാ. പ്ലീസ്, എനിക്ക് പരീക്ഷ എഴുതിയേ പറ്റൂ. നീ അങ്ങനെ വാശി പിടിച്ചാലേ നിന്റെ വീഡിയോ ഞാൻ ഈ നാട്ടിൽ വൈൽഡ് റിലീസ് ചെയ്യും. അത് വേണോ? ഒരു പേപ്പർ പോയാൽ വീണ്ടും എഴുതിയെടുക്കാൻ പറ്റും, പക്ഷെ മാനം പോയ അങ്ങനെയാണോ മോളെ? എന്നാ വേഗം പോവാൻ നോക്ക്. ഇപ്പൊ ഇറങ്ങിയാലേ നൂൺ ഷോക്കെങ്കിലും ടിക്കറ്റ് കിട്ടൂ. നീ തിയേറ്ററിൽ പോയെന്ന് ഞാൻ ഉറപ്പുവരുത്തും. എന്നെ അറിയാലോ. അപ്പോ പടം കണ്ടിട്ട് അഭിപ്രായം പറയണം. ബൈ. അത് കലക്കിളിയാ. വാടാ.